ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഓമലേ ജീവനിൽ അമൃതികാനായി വീണ്ടും എന്നിലേതോ ഓർമ്മകളായി നിലാവിൻ മുത്തേ നീ വന്നു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഈ പാട്ട് കേട്ടവരുടെ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്നത് മലയാളത്തിന്റെ മനക്കവർന്ന ബേബി ശ്യാമിലി തന്നെ. പക്ഷേ 90 കാലഘട്ടത്തിന്റെ ബേബി ശ്യാമിലിയെ ഇപ്പോൾ അതേ രൂപത്തിൽ കണ്ടാൽ എന്താകും? അതാണ് ഈ കാഴ്ച. ഈ കുട്ടിയുടെ പേര് ശ്രിയ. കാർത്തിക് നമ്പ്യാരും പിന്നെ രക്ഷിതയുടെ ഈ പൊന്നോമന കുഞ്ഞിന് വയസ്സ് 4. ഇത്തവണ കുഞ്ഞ് LKG ആണ്. കണ്ണൂരിൽ നിന്ന് വന്ന കാർത്തിക്കിന്റെ അച്ചാച്ചൻ കർണാടകയുടെ ചിക്കമംഗളൂരിൽ ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. കാർത്തിക് ഇപ്പോൾ മൊബൈൽ കടയുടെ ഉടമയാണ്. ശ്രീയുടെ അമ്മ രക്ഷിത കർണാടകയിലെ സക്ലേഷ്പുരത്തുകാരിയാണ്. ഇവരുടെ അച്ചാച്ചനും പാലക്കാടിൽ നിന്ന് കർണാടകയിലേക്ക് വന്നതായിരുന്നു. 6ാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് സക്ലേഷ്പുരത്തിലെ സിരിമിരി റിസോർട്ടിൽ വന്ന ഈ കുടുംബത്തിൽ ശ്രീയയാണ് താരം. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും തന്റെ കുറുമ്പ് വർത്തമാനത്തിലൂടെ കർണാടകയിലെ കൺമണിയായിരിക്കുകയാണ്. വീട്ടിൽ മലയാളം, നാട്ടിൽ കന്നഡ, പാട്ടിൽ തമിഴ്, ഇങ്ങനെ ഇപ്പോൾ തന്നെ പല ഭാഷകളെയും പഠിച്ചു വെച്ച മിടുക്കിയാണ് ശ്രീയ. കേരളത്തിൽ നിന്ന് വന്ന് കർണാടകക്കാരായി മാറിയ ഈ കുടുംബത്തിനോട് നടത്തിയ കൊച്ചു വർത്തമാനമാണിത്. ആദ്യമായിട്ട് ശ്രീയക്ക് ബേബി ശ്യാമിലിയുടെ ചായ ഉണ്ടെന്ന് കണ്ടെത്തിയത് എപ്പോഴാണ്? ഫസ്റ്റ് ആക്ച്വലി ഇത് കന്നഡ മൂവിൽ ഒരു ആക്ട്രസ് ഉണ്ട്, ചൈത്ര ജയാച്ചാറിന് പേര് പറഞ്ഞിട്ട് ഒരു ആക്ടർ ഉണ്ട്. അവരാണ് ഫസ്റ്റ് പറഞ്ഞത് ഷീനെ കാണാൻ സെയിം ബേബി ശ്യാമിലിന്റെ പോലെ തന്നെ ഉണ്ട്. അവരാണ് ഫസ്റ്റ് പറഞ്ഞത്. അവർക്ക് അപ്പോൾ എത്ര മാസമായിരുന്നു കുഞ്ഞിക്ക്? 3.5 വയസ്സ്. അത് ജനിച്ചപ്പോൾ തുടങ്ങിയിട്ട് കുടുംബത്തിൽ എല്ലാവരും പറയാൻ തുടങ്ങിയിട്ടുണ്ടായി. ഇപ്പോൾ പുറത്ത് പറയാൻ തുടങ്ങിയത് അവർ ഫസ്റ്റ്. ജനിച്ചപ്പോഴിന് ഉണ്ട് ബേബി ശ്യാമിലിൻ തന്നെ പറയുന്നുണ്ട്. അത് പറഞ്ഞ ശേഷം സോഷ്യൽ മീഡിയയിൽ വൈറലായതാണോ? ഇല്ല ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായി ഫസ്റ്റ്. പക്ഷേ വൈറലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു സോങ് പാടിയിട്ടുണ്ടായി അവള്. ഒരു സോങ് പാടിയിട്ടുണ്ടായി സകലതാച്ചപ്പെട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടായി. കുറച്ച് വ്യൂസ് ആയിണ്ടായി, അത്ര വൈറൽ ആയിട്ടില്ല. പിന്നെ ഒരു പ്രാങ്ക് വീഡിയോ ആക്കിണ്ടായി. അതാണ് ഫസ്റ്റ് വൈറൽ. അപ്പോൾ ബേബി ശ്യാമിലിൻ പറയാത്ത മുമ്പിൽ അവള് വൈറൽ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേരളത്തിലെവിടെയാ? അച്ചച്ചന് പിന്നെ അമ്മമ്മനുണ്ടല്ലേ. അച്ചച്ചൻ ഓരോ പ്ലേസ് പറഞ്ഞാൽ കണ്ണൂർ, പിന്നെ അമ്മമ്മൻ്റെ പ്ലേസ് പറഞ്ഞാൽ പയ്യന്നൂർ, ഇങ്ങനെ 2 സ്ഥലത്തിൽ. ഇപ്പൊ ഞങ്ങളുടെ ആക്ച്വലി നാട്ടിൽ വിട്ടിട്ട് വന്നിട്ട് ഞങ്ങളുടെ അച്ഛനും അച്ഛമ്മന്റെ കാലത്തിൽ നിന്ന് ഞങ്ങൾ ഇവിടെ സെറ്റിൽ ആയിട്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടാവും, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എന്തിനാ വെച്ചാൽ ഇപ്പോൾ കർണാടകത്തിലുള്ളത് കൊണ്ട് കുറച്ചെല്ലാം അങ്ങനെ ഡിഫറൻസ് ഉണ്ടാവും. അച്ഛമ്മന്റെ കാലത്തിൽ നിന്ന് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ. പക്ഷേ മലയാളികൾ എവിടെ പോയാലും തിരിഞ്ഞ് ആദ്യം നാട്ടിലേക്ക് പോകുന്നതാണ് പതിവ്. പക്ഷെ നിങ്ങൾ അച്ഛൻ നിങ്ങളല്ല സെറ്റിലായത് എന്തുകൊണ്ടായിരിക്കും? ഫാമിലി ഇഷ്യൂസ്. അവിടെ നിന്ന് പുറത്തു വരാൻ കാരണം ഫാമിലി ഇഷ്യൂസ്. അത്ര അത് ഫാമിലി ഇഷ്യൂസ് നല്ലിട്ട് അവർ പുറത്തു വന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ സെറ്റിൽ ആയി. ഇപ്പൊ മലയാളത്തിന് അധികം അപ്പൊ ഏത് ഭാഷയില്ല? ഇപ്പൊ വീട്ടിലുള്ള ഏത് ഭാഷ സംസാരിക്കാം? വീട്ടില് മലയാളം കന്നഡ രണ്ടും ഈക്വൽ ആയിട്ടുണ്ട്. കുഞ്ഞെല്ലാം സ്കൂളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കന്നഡ തന്നെ, ഇംഗ്ലീഷ് അത്ര. കേരളം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഉള്ള ബന്ധം എന്താ? അവിടെ എല്ലാം ഇവരുടെ ചെറിയമ്മ, വെല്ലച്ച, വെല്ലമ്മ, ഏട്ടന്മാരെല്ലാം ഉണ്ട്, കസിൻസ് എല്ലാം ഉണ്ട് അവിടെ. അതുകൊണ്ട് പോവാതെ എത്ര വർഷമായി? ലാസ്റ്റ് ഇയർ പോയിണ്ടായി. അമ്പലത്തിൽ പോയിട്ട് വരണേ
ലാസ്റ്റ് ഇയർ പോയിട്ട് വന്നു. പിന്നെ അച്ഛനമ്മ ലാസ്റ്റ് മന്ത് പോയിട്ട് വന്നു. ഒരു അമ്പലത്തിൽ പോയിട്ട് വന്നു. ഏതമ്പലം അറിയോ? അത് കടക്ക് മാമൂലി മുത്തപ്പൻ അമ്പലത്തിലേക്ക് പോയിട്ടൊരു വിഷ്ണുവിന്റെ അമ്പലത്തിൽ. ഇപ്പൊ ചിಕ್ಕಮಗಳೂರು അല്ലേ? ചിക്കമംഗ്ലൂർ ഇവിടെ താമസിക്കുമ്പോ നേറ്റീവ് മലയാള ആയതുകൊണ്ട് പ്രശ്നമുണ്ടോ? അത് പോസിറ്റീവ് ആയിട്ടുണ്ടോ? പ്രശ്നമൊന്നുമില്ല. സംടൈംസ് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവും. ഉണ്ണി കുറച്ച് പറയട്ടെ. ശരി അതന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ മലയാളി പറയുന്ന പ്രശ്നം എപ്പോൾ തുടങ്ങും എന്ന് വെച്ചാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എവിടെയാണെങ്കിലും ഒരു വേർഡ് മലയാളത്തിൽ പറഞ്ഞെങ്കിൽ ഇല്ല മലയാള സോങ് യൂസ് ചെയ്താൽ അപ്പോൾ ഒരു പ്രോബ്ലം വരും. ഓക്കെ, കന്നഡത്തിലും ഫേമസ് ആയിട്ട് ഇപ്പോൾ മലയാളം യൂസ് ആക്കുന്നത് പറയുന്ന ഒരു പ്രോബ്ലം അവിടെ വരും വിട്ട വേറെ എവിടെയും ഇല്ല. സ്കൂള്, കോളേജ്, അവിടെ നോക്കണം. ഓക്കെ, അത് അവിടെ പ്രശ്നം വരെ വിട്ട വേറെ എവിടെയും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ മലയാള സിനിമ എല്ലാം കാണാറുണ്ടോ? ആരാ ഇഷ്ടപ്പെട്ട അഭിനേതാവ്? മമ്മൂട്ടി, മോഹൻലാൽ സർ. എനിക്ക് ദുൽഖർ സൽമാൻ സർ ഇഷ്ട. പിന്നെ നിങ്ങൾക്ക് ആരും ഇഷ്ട? പുഷ്പ. മലയാളത്തില് പുഷ്പ ഇഷ്ട. ഓ അങ്ങനെ. ഓ കറക്റ്റ് ആണല്ലേ. പുഷ്പ ഇഷ്ടം. പിന്നെ ഇപ്പോ മോൾക്ക് എല്ലാരും പറയുന്നുണ്ട്, കാണുന്നവർക്കെല്ലാം അങ്ങനെ തോന്നുന്നുണ്ട് ബേബി ഷാമിൽ പോലെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ നിങ്ങൾക്കുണ്ടോ? അവൾ ഓൾറെഡി അഭിനയിച്ചുണ്ട്. അത് ആ മൂവിന്റെ ഇപ്പോൾ ഒരു പോസ്റ്റർ റിലീസ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് മന്തിൽ ശ്രീന്റെ പോസ്റ്റർ ഒന്ന് റിലീസ് ആവുന്നുണ്ട്. നവംബർ ഡിസംബറിൽ മൂവി റിലീസ് ആവുന്നുണ്ട്. അത് സോ അഭിനയിച്ചുണ്ട് ഇപ്പോൾ പ്രസന്റ്. അത് ഒരു 3-4 ലാംഗ്വേജസ് എല്ലാം വന്നുണ്ട്. തമിഴ് മെയിൻ ആയിട്ട് ചൈനീസ് ലാംഗ്വേജ്. അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി മൂവിന്റെ. മലയാളത്തിലെ ആണെങ്കിൽ ഏത് നടന്റെ കൂടെ നമ്മൾ അഭിനയിക്കണം അങ്ങനെയെങ്കിലും? ഡിക്യു മോളായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട്. പുഷ്പനാണ്. ഇത് കാണുന്നുള്ള മലയാളി പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മലയാളി കുട്ടികൾ, ഇത് നിങ്ങളുടെ സ്വന്തം ബേബി ഷാമിലിയാണ്, മലയാളി ബേബി ഷാമിലിയാണിത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രോത്സാഹനം വേണം, കുട്ടിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം, എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കണം. അത്ര തന്നെ. മലയാളത്തിൽ എന്തെങ്കിലും പറയാം? പറയുമ്പോളെ ഹായ്, ഞാൻ നിങ്ങളുടെ ശ്രീയ. എനിക്ക് മലയാള മൂവിൽ ആക്ട് ആക്കണോ? അതേ ക്വസ്റ്റ്യനൊക്കെ. ഞാൻ ബേബി ഷാമിലി അല്ലേ? ഞാൻ ബേബി ഷാമിലി അല്ലേ? മലയാള ബേബി ഷാമിലി തന്നെ. ആര് പറഞ്ഞു മാവൂ ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാൻ. അമ്മ എനിക്ക് നല്ല പാട്ട് അറിയാം. ഉണ്ണി പറ വേഗം. കണ്ണൊരു പാട്ട് അറിയാം. മുത്തപ്പന്റെ പറ സൂപ്പർ ആയിട്ട് വരും. നിങ്ങൾ വേണ്ടല്ലേ എഞ്ചിൽ എന്നെ പൊണ്ണുമുത്തപ്പ നീ ഭഗവാമെല്ലാത്ത എന്നെ പൊണ്ണുമെല്ലാം വെറുത്ത് എന്നെ പൊണ്ണുമുത്തപ്പ എന്നെ പൊണ്ണുമുത്തപ്പ മുത്തപ്പ ഇന്ന് മുത്തപ്പ അഷ്ട. ആത്മാരാമ നന്ദരമണ ആത്മാരാമ നന്ദരമണ അച്യുത കേശവ ഹരിനാരായണ അച്യുത കേശവ ഹരിനാരായണ ഭവകരിഹരണ വന്ദിത ചരണ
करे हरण पंडित चरण रघुकुल रोचन रावेर लोचन ಆದಿನಾರಾಯಣ ಹೋಗೋಣ ಬರೀ ಎನರ್ಜಿ ಇಲ್ಲ. വീട്ടിൽ ಹಾಕಿದ್ರೆ ಚಂದ ಇನ್ನಷ್ಟು ಹಾಕಿ ಉಡುಪೇ ಕುಡಿಸಿದ್ದೇನೆ ಮರಿಮಾ. ಕೈ ಪುಡ್ಕೇನ ಮೇಮನ್ ಪುಡ್ಕಿ ಕಣ್ಬಿಡು മലയാള വിസ്മയം. ഇത് മറുനാടിൻ്റെ